ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ ഇന്നലെ നമ്മൾ ചക്കയൊക്കെ വെട്ടിപ്പറിച്ചിട്ട് എനിക്ക് ഇന്നലെ ഒരു യാത്രയുണ്ടായിരുന്നു. പത്തനംതിട്ട ടൗണ് മൊത്തം ഞാൻ ആ വെയിലത്ത് കറങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖമൊക്കെ അടിപൊളിയായിട്ട് കരിവാളിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഒന്നും ചെയ്യാതെ രാവിലെ ഞാൻ എല്ലാം ഒതുക്കി പറക്കിയിട്ടാണല്ലോ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങ് പോയിട്ടോ. വൈകിട്ടാ ഒരു 6:30 ഞാൻ തിരിച്ചു നിൽക്കും. അപ്പോഴും ഇന്നലെ ആ പത്തനംതിട്ട ടൗൺ മൊത്തം ഞാൻ കറങ്ങി കേട്ടോ. വൈകിട്ടാണ് വന്നത്. അപ്പോഴും നമുക്ക് ഇന്നലത്തെ ആ വെയിൽ കൊണ്ടതിന് പകരം തീർക്കണം. നമുക്കിന്നൊരു അടിപൊളി കിടക്കാഴ്ച ഒരു ടിപ്പങ്ങ് ചെയ്ത് മുഖമൊക്കെ അങ്ങോട്ട് വെളുപ്പിക്കാം കേട്ടോ. അത്ര ഉള്ളത്തില്ലല്ലോ. ഇന്നലെ ആ വെയിലത്ത് ഞാൻ നടന്നു. എൻ്റെ ദൈവം, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല കേട്ടോ. ഞാനിവിടെ നിന്ന് ഇച്ചിരി വെള്ളമായിട്ടൊക്കെ അങ്ങ് സെറ്റായിട്ട് അങ്ങോട്ടങ്ങ് പോയത് കേട്ടോ. എനിക്ക് വെളിയിലോട്ട് പോയി പിന്നെ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ വല്ലാത്തൊരിതാട്ടോ. എന്താ വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോഴും വന്ന കാലത്ത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ വെള്ളം കൊണ്ട് തിളപ്പിച്ചാറിയതോ അല്ലാത്തതോ ആ ബാഗിനകത്തൊരു കുഞ്ഞ് കുപ്പിക്കകത്ത് നിറച്ച് വെച്ചുകൊണ്ട് നമുക്കങ്ങ് പോയാൽ മതിയല്ലോ. ദാഹിക്കുമ്പോൾ കുറേശ്ശെ വെള്ളം എടുത്ത് കുടിക്കുക, പിന്നെ തീർന്നു കഴിയുമ്പോൾ വീട്ടിൽ വന്ന് കുടിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊക്കെയാണ്. വിശ്വാസം പോരാ, കടക്കാരെയും അല്ലാതെ ഒന്നും എനിക്ക് വിശ്വാസം പോരാ. ആരെയും എനിക്കിപ്പം വന്നിപ്പോൾ വിശ്വാസം ഇല്ല കേട്ടോ. അപ്പോഴും നമ്മുടെ ആ വിശ്വാസമൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിന്ന് അടിപൊളി കിടക്കോച്ച് ഒരു ടിപ്പങ്ങ് ചെയ്യാം. അത്ര ഉള്ളത്തില്ലല്ലോ, വെയിൽ കൊണ്ട് അതിൻ്റെ ക്ഷീണമൊക്കെ ഇന്ന് തീർക്കണമല്ലോ. അപ്പോഴും 3 ഐറ്റങ്ങൾ മാത്രം മതി ഇതിന്. എന്തൊക്കെയാണോ? അരിപ്പൊടി, പച്ച അരിപ്പൊടി, നമ്മൾ അപ്പത്തിനോ ഇടിയപ്പത്തിനോ എടുക്കുന്ന അരിപ്പൊടി കുറച്ച്. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ്. അവനെ നമ്മൾ പിഴിഞ്ഞു വെച്ചിരുന്ന പെട്ടെന്ന് അവൻ്റെ പിന്നെ അവസാനം പിന്നെ സ്റ്റാർച്ച് എടുത്ത് നമ്മൾ എല്ലാം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ഇച്ചിരി നേരം വെച്ചിരുന്ന പിന്നെ നമുക്ക് രണ്ടും രണ്ടായിട്ട് എടുക്കാം. അതും എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് നീര്. പിന്നെ നമുക്ക് അലോവേര ജെല്ല് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇവരെ 3 പേരെയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അരിപ്പൊടി തീർന്നു പോയാൽ പിന്നെ ഇവിടെ കിടന്ന് നില വിളിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാം കേട്ടോ. നമ്മുടെ അണ്ണൻ എപ്പോഴേലും പിന്നെ അരിപ്പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഞാനിവിടെ മിക്സിക്കകത്ത് പൊടിച്ചെടുക്കത്തില്ല കേട്ടോ. പൊടിച്ചെടുക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ഞാൻ അങ്ങനെ പൊടിച്ചെടുക്കത്തില്ല. എന്താണെന്ന് വെച്ചാലേ സുജാത ചേച്ചിയുടെ കൊച്ചുകൂടെ പല്ലൊക്കെ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല പൊടി കിട്ടുമല്ലോ, നല്ല അരിപ്പൊടി നമുക്ക് കിട്ടും. അപ്പോഴെന്ത് അരിപ്പൊടി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് മുഖത്ത് ഇടാൻ പാകത്തിന് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് നല്ല തണുപ്പിനൊക്കെ നല്ലതാണല്ലോ അലോവേര ജെല്ല്. ഫ്രഷ് ആയിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതും എടുത്തോളൂ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ആ ഉരുളക്കിഴങ്ങ് നീര്. അവൻ്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. വെളുപ്പിക്കാൻ ഇവനെ കഴിഞ്ഞ് വേറെ ആരുമില്ല. സത്യമായിട്ടാണ്, വെളുപ്പിക്കാൻ ഇവനെ കഴിഞ്ഞ് വേറെ ആരുമില്ല. അപ്പോഴേ ഒത്തിരി നേരമൊന്നും നമ്മൾ ഇവനെ അങ്ങോട്ട് അങ്ങനെ അങ്ങ് വെച്ചേക്കണ്ട കേട്ടോ. നമുക്ക് പിന്നെ സ്റ്റാർച്ച് അടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഒക്കെ അതും നല്ലതാട്ടോ. രണ്ടായിട്ട് നമുക്ക് എല്ലാം കൂടെ ഉള്ളതാണ് നല്ലത് നമുക്ക്. പിന്നെ സ്റ്റാർച്ച് മാത്രം നമ്മളെടുത്ത് അങ്ങനെ നമ്മൾ പായ്ക്കൊക്കെ ഇടുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇതാണ് വേണ്ടത് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ നീര്, ഫുള്ളായിട്ടുള്ള നീരാണ് വേണ്ടത്. സ്റ്റാർച്ച് മാത്രമല്ല നമുക്ക് വേണ്ടത്. അത് നമ്മൾ അങ്ങോട്ട് കലക്കി എടുക്കണം കേട്ടോ. എന്ത് നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പാണിത് ഈ ഒരു പായ്ക്ക്. ഇന്ന് രാവിലെ മുതൽ നമുക്ക് കരണ്ടും ഇല്ല. എൻ്റെ ദൈവം, എന്തൊരു ചൂട്, സഹിക്കാൻ വയ്യ കേട്ടോ. വെളിയിലും ഇരിക്കാൻ വയ്യ, അകത്തും ഇരിക്കാൻ വയ്യ. നമ്മുടെ പായ്ക്കൊക്കെ അങ്ങോട്ട് സെറ്റായി. നമ്മൾ അരിപ്പൊടി ഇട്ടത് കൊണ്ട് തന്നെ ഇച്ചിരി നേരം അവനെ നമുക്കൊന്ന് കുതിരാൻ അനുവദിക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുതിരട്ടെ. അരിപ്പൊടിയല്ലേ, അപ്പോഴൊന്ന് ഒന്ന് കുതിർന്നോട്ടെ. ഞാൻ ഫുള്ള് എടുത്തില്ല കേട്ടോ. 2 ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് മക്കൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. സ്റ്റാർച്ച് എടുത്ത് അവരെന്തെങ്കിലുമൊക്കെ പായ്ക്കാൻ കിട്ടുള്ളൂ. ഞാൻ ഇട്ട് കഴിയുമ്പോൾ അമ്മ എച്ച് തന്നില്ലല്ലോ മോൻ എന്നോട് ചോദിക്കുന്നത്. അമ്മ എനിക്ക് തന്നില്ലല്ലോ അമ്മ. ഇത് നല്ലൊരു പായ്ക്കാട്ടോ. നമ്മളിങ്ങനെ കുറുക്കി വരുമ്പോൾ നല്ല രസമാട്ടോ. അപ്പോഴേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. 5 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. അരിപ്പൊടി ഇത്രയും പായ്ക്കൊക്കെ ഇടാൻ ഇച്ചിരി മാറ്റി വെച്ചേക്കും കേട്ടോ. അപ്പോഴില്ലെങ്കിൽ നമ്മൾ കരയണ്ടല്ലോ. 5 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. നമ്മുടെ
അരിപ്പൊടി കുട്ടനൊക്കെ ദേ നല്ല കുറുകി വന്നു, കുതിർന്നു വന്നു കേട്ടോ. കുതിർന്നു വന്നു. അതേ നല്ലൊരു പായ്ക്കാട്ടോ. അത് ചെയ്ത് നോക്കണം, നിങ്ങൾ ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ ഇത് നല്ല തണുപ്പാണ് കേട്ടോ. നമ്മുടെ ഇന്നലത്തെ ആ കരിവാളിപ്പ് മാറാൻ വേണ്ടി ഇന്ന് നമ്മൾ ഈ പായ്ക്കിടുന്നത് കേട്ടോ. ഞാൻ എന്നും നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിച്ചില്ലെങ്കിലും ഞാൻ എന്നും കേട്ടോ എന്തെങ്കിലും ഒരു പായ്ക്കിടും ഇപ്പം. പക്ഷേ ഇപ്പോൾ എന്താ ചൂട്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട്. ഒരു ദോഷങ്ങളും ഇല്ല. നമ്മൾ ഇതേപോലെ നാച്ചുറൽ ഈ പായ്ക്കുകളെല്ലാം ഇട്ട് കൊടുക്കുന്ന ഒരു ദോഷവും ഇല്ല. ചിലർ വിചാരിക്കും ഇന്ന് നമ്മൾ പായ്ക്കിടുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമൊക്കെ, ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഇതൊന്നും ഒരു കെമിക്കലും ഉള്ളതല്ലല്ലോ. നമ്മളല്ലാതുള്ള വാരി വലിച്ച് നമ്മൾ ക്രീമുകൾ തേക്കുന്നതിനെക്കാട്ടിലും എന്ത് നല്ലതാണ് ഇതേമാതിരിയുള്ള പായ്ക്കൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച്, ആ വാങ്ങിക്കുന്ന ക്രീമിനകത്തൊക്കെ എന്തെല്ലാം സാധനങ്ങൾ അടങ്ങിയതായിരിക്കും. പക്ഷേ നമ്മൾ ഇതിൻ്റെ നീര്, പാല്, തൈര് അതൊക്കെ വെച്ച് തന്നെയല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്. ഒരു കെമിക്കലും ഇല്ല കേട്ടോ. ചിലർക്കൊക്കെ ഭയങ്കര സംശയമായി, ഇവൾ എന്നും ഇങ്ങനെ കുത്തിയിരുന്ന് ഈ പായ്ക്കളൊക്കെ ഇടുന്നു, എന്തോ വെളുത്തിട്ട് മാറുമോ കറുത്തിട്ട് കറക്കോ എന്നൊക്കെ സംശയങ്ങൾ കാണും. ആ സംശയങ്ങളൊന്നും വേണ്ട കേട്ടോ. നല്ല അടിപൊളി പായ്ക്കളാണ് ഇതൊക്കെ കേട്ടോ. മുഖത്ത് നല്ല തണുപ്പ് കിട്ടാനും, പിന്നെ ഒരുപാട് അങ്ങ് വെളുക്കൊന്നൊന്നും നമ്മൾ പറയത്തില്ല കേട്ടോ. വെളുക്കുന്നത് പോട്ടെ, പക്ഷേ എന്തായാലും മുഖക്കുരുവിൻ്റെ പാടുകൾ, എൻ്റെ മുഖത്ത് ഒറ്റൊരു മുഖക്കുരു ഇല്ല കേട്ടോ. കാറ്റടിക്കുന്നു കേട്ടോ. ഒറ്റൊരു മുഖക്കുരു ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ തുടർച്ചയായിട്ടിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മുഖക്കുരു ഒന്നുമില്ല. നേരത്തെ അല്ലെങ്കിൽ തന്നെ ഇല്ലായിരുന്നു മുഖക്കുരു ഒന്നും. ഒരു 15 മിനിറ്റ് നമ്മൾ ഇരുന്നാതി കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ഇതാണല്ലോ. നല്ല തണുപ്പ് കേട്ടോ, നല്ല തണുപ്പ്. അലോവേര ജെല്ലും തണുപ്പാണ്, ഉരുളക്കിഴങ്ങിൻ്റെ നീരും തണുപ്പാണ്, എല്ലാം തണുപ്പാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്ക് ആഴ്ചയിലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. എന്നും ഇത് ചെയ്യണ്ട എന്ന് വെച്ചാൽ അരിപ്പൊടിയല്ലേ, അരിപ്പൊടി വെച്ച് നമ്മൾ സ്ക്രബും ഒക്കെ ആഴ്ചയിലൊക്കെ ചെയ്ത് കൊടുക്കാവോ, ഒന്നും ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോഴിത് ഞാൻ ഒന്ന് 15 മിനിറ്റ് വരെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കഴുകി മാറ്റിയിട്ട് വന്ന് കാണിച്ചു തരാം. ഒരു 5 മിനിറ്റ് നമ്മൾ പതിയെ മസാജൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ എപ്പോഴാണെങ്കിലും പായ്ക്കലിടുമ്പോൾ കഴുത്തിലൂടെ ചെയ്യാനും നോക്കണം. അല്ലെങ്കിൽ പിന്നെ മുഖമ്പേ കഴുത്തിറ എങ്ങനായിപ്പോവും കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഒരേപോലെ ചെയ്യാൻ നോക്കണം. ഇപ്പോൾ 15 മിനിറ്റ് ഇരുന്ന് നമുക്ക് കഴുകിയിട്ടൊക്കെ വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് 15 മിനിറ്റ് ഇരുന്നു. എന്നിട്ട് നമ്മൾ തണുത്ത വെള്ളം വെച്ച് കഴുകി. അടിപൊളി പായ്ക്കല്ലേ, കിഡു പായ്ക്കാണ് കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നേ. അത്രയും നേരം നമ്മൾ 15 മിനിറ്റ് നമ്മൾ വെച്ചിരുന്നു. നല്ല തണുപ്പുണ്ടാവും കേട്ടോ നമ്മുടെ മുഖത്ത്. നമ്മുടെ അലോവേര ജെല്ലും നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീരും എല്ലാം കൂടെ അങ്ങോട്ടാകുമ്പോൾ ഉണ്ടല്ലോ പൊളിയെ സൂപ്പർ കിഡു പായ്ക്കാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ കമ്മലൊന്ന് കഴിയിട്ട് വന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കമ്മലെ പിടിച്ചിരുന്ന അത് ഉണങ്ങി പിടിച്ചിരിക്കും. പിന്നെ അങ്ങനെ ആ കമ്മലിൽ നിന്ന് മാറത്തില്ല കേട്ടോ. എനിക്ക് ഒത്തിരി അക്കിടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കമ്മലൊക്കെ ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകിക്കൊണ്ട് വന്നു. ഇതേപോലുള്ള പായ്ക്കൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഇവിടെ തട്ടുമ്പോൾ കമ്മലിനകത്ത് ആയിരിക്കും. ഒത്തിരി കമ്മലുകൾ അങ്ങനെ ഇതായിപ്പോയി. അപ്പോൾ ഞാൻ ഓടിപ്പോയി ഒന്ന് കഴുകിയിട്ട് വന്നതാണ്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം വരെ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ടത് വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ചെയ്യുമ്പം മുഖം വെളുത്തും ഇരിക്കും, ഇത്രയും ഭാഗം കറുത്തും ഇരിക്കും. അത് വൃത്തികേടല്ലേ. അങ്ങനെ ചെയ്യണം കേട്ടോ. ചെയ്യുന്നവരെ നല്ല കിട്ടു ഒരു പായ്ക്കാണ്. നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ഈ പായ്ക്ക ഇടാറുണ്ടല്ലോ. കിടു റിസൾട്ട് കിട്ടുന്നതാണ്. ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു കിടുക്കാച്ചി ഒരു പായ്ക്കാണ്. മുഖത്ത് നല്ല കളറൊക്കെ കിട്ടും. നല്ല കളറായിട്ട് തോന്നി.
ഒരു മണ്ടൻ വരുന്നു പായ്ക്കിടാൻ. എടാ പായ്ക്കൊക്കെ ഇട്ടപ്പോഴേ തീർന്നു, ഞാൻ ദൈ കഴുകിയിട്ടും വന്നു, ഇനി നിനക്ക് ഇവിടെങ്ങും പായ്ക്കില്ല അല്ലേ. അവൻ ഓടി വന്ന് ഇത് പായ്ക്കിടാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവഴിയൊന്നും ആരും വരുന്നില്ല കേട്ടോ, വരുന്നവരുടെ അടുത്തോട്ടൊക്കെ സുഖം വരുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോഴും മഴയൊക്കെ പെയ്ത കൂട്ടുകാരെ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇന്നലെ ഇവിടെ മഴ പെയ്തില്ല കേട്ടോ. മെനഞ്ഞാന്നല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ മഴ പെയ്തു എന്ന് ചെറുതായിട്ട്. പക്ഷേ അതിൻ്റെ ഇരട്ടി നമുക്ക് ഇവിടെ ചൂട് കിട്ടുന്നുമുണ്ട്, കരണ്ടും ഇല്ല രാവിലെ മുതൽ. അപ്പോഴും സ്വാഹ എന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുക കേട്ടോ. കരണ്ടില്ലെങ്കിൽ ഒക്കത്തില്ല കേട്ടോ. നമ്മുടെ സുജാത ചേച്ചിയൊക്കെ ഒന്ന് കറങ്ങണമെങ്കിലും, നമ്മുടെ അമ്മിണി മേളിയിരുന്ന് കറങ്ങണമെങ്കിലും കറണ്ട് ഇല്ലാതെ പറ്റത്തില്ല. അമ്മിണി ഇനി ഒന്ന് പിടിച്ച് വെക്കത്തുള്ളൂ. കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട്. അപ്പോഴതിനായിട്ടൊക്കെ നിൽക്കട്ടെ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.